നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് നോക്കാം. ഓക്കെ, അവർ നിങ്ങൾക്ക് തരുന്ന ഒരു സ്ഥാനം എന്താണ് എന്നുള്ളത് നോക്കാം. നമുക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആൻഡ് അവരുടെ എത്രത്തോളം അല്ലെങ്കിൽ നിങ്ങളുടെ അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര ഇമ്പോർട്ടൻസ് ആണ്, എത്ര വില കൽപ്പിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് അറിയാം അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എടുക്കാം ആൻഡ് അവർ നിങ്ങൾക്ക് തരുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എങ്ങനെയാണ് അവർ കാണുന്നത്. ആദ്യം ഫീലിങ്സ് പേഴ്സൻ്റെ. വാവ്, ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. ഇതിൽ നിന്ന് സ്ഥാനം തന്നെ മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്. ഇത് ഫീലിങ്സ് മാത്രമല്ല, അവർ തരുന്ന സ്ഥാനം കൂടി എനിക്ക് ഇതിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഫൈവ് പെന്റിക്കിൾസ്. ക്വീൻ ഓഫ് കപ്സ്. Oops. Three of Cups and okay. ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണ്ടി എടുക്കുകയാണ് ഞാൻ. ഓക്കെ, ചെറിയൊരു ഡൗട്ട് തോന്നിയൊന്ന് ക്ലാരിഫൈ ചെയ്താണ്. മെയിനായിട്ട് എനിക്ക് കാണുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എടുത്തപ്പോൾ ആദ്യം വന്ന് എനിക്ക് ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ ഞാനത് കണക്കാക്കുന്നു. ഓക്കെ, അതായത് നിങ്ങളെ കാണുന്നത് അവർ വളരെ സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു നിങ്ങൾ വളരെ മെച്ചുവേർഡാണ്, അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നത് ഒരു മാരേജ് മെറ്റീരിയൽ എന്ന് പറയും. ലേഡീസ് ആവണമെന്നില്ല, ഇത് കാർഡിൽ കൂടുതലും ലേഡീസും ജെൻസും അങ്ങനെ എടുക്കരുത് പ്ലീസ്. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ ആരാണോ അങ്ങനെ കണക്കാക്കിക്കോളൂ. ലേഡീസ് ആണെങ്കിൽ ലേഡീസ്, ജെൻസ് ആണെങ്കിൽ ജെൻസ്, അങ്ങനെ എടുക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കാണുന്നത്, നമ്മൾ പറയില്ലേ ഒരു കല്യാണമൊക്കെ കഴിച്ച് നമ്മൾ കൂടിയിരിക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് നമ്മൾ കണക്കാക്കില്ലേ, ആ രീതിക്കാണ് കാണുന്നത്. ഒരു ഫാമിലി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ നല്ലൊരു അമ്മയായിരിക്കും, അല്ലെങ്കിൽ ഒരു അച്ഛനായിരിക്കും, അല്ലെങ്കിൽ ഒരു നല്ലൊരു പാരൻ്റ് ആയിരിക്കും, നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, നമ്മളെ കൂടെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉയർച്ചയുണ്ടാവും ലൈഫിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ, ആ രീതിക്കുള്ള ഒരു ആളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ആൻഡ് ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് അഗൈൻ മാരേജിന്റെ കാര്യമാണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്ന രീതിക്കാണ് പേഴ്സൺ ചിന്തിക്കുന്നത്. അവർ ഫീലിങ്സിൽ കമ്മിറ്റഡ് ആണ്, പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. ഓക്കെ, അവർക്ക് ഏസ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മളൊരു ഓഫർ പറയുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളോടൊരു ആക്ച്വലി ഇവിടെ രണ്ട് ഏസ് വന്നിട്ടുണ്ട് ഓൾറെഡി. ഏസ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്, ഏസ് ഓഫ് വാൻസും ഉണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ടൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ, നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ട്, കമ്മിറ്റഡ് ആയിട്ട്, ഒരു വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, നിങ്ങളെ കാണുമ്പോൾ അവർക്ക് വളരെ അട്രാക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ലേഡീസ് ആവണം എന്നില്ല. ഓക്കെ, തീർച്ചയായും ഈവൻ ജെൻസ് ആണെങ്കിലും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് വളരെ ഹാൻസം ആണ്, വളരെ ഇതാണ്, സ്റ്റൈലിഷ് ആണ്, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആണ്. ഓക്കെ, ഒരു അട്രാക്ഷൻ തോന്നുക പറയില്ലേ, ആ രീതിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ രണ്ട് ഏസ് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു തുടക്കം, നിങ്ങളുമായിട്ടൊരു ലൈഫ്, നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു റിലേഷൻഷിപ്പ്, സ്ട്രോങ് റിലേഷൻഷിപ്പ്, നല്ലൊരു സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, സ്നേഹത്തോടെ, അറ്റാച്ച്മെന്റോടെ, കമ്മിറ്റഡ് ആയിട്ട് എല്ലാ രീതിക്കും അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളെ കാണുന്നത് അവർ വളരെ ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആയിട്ടാണ്. നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങളെ ആക്ച്വലി ചില സമയത്ത് അവർക്ക് തോന്നുന്നു നിങ്ങളെ കുറച്ച് സീക്രട്ടീവ് ആയിട്ട് അടക്കം തോന്നും. ഒരു അട്രാക്റ്റീവ് ആണ് എന്ന് മാത്രമല്ല, സീക്രട്ടീവ് ആയിട്ട്, അതായത് നിങ്ങൾ വളരെ എന്തോ ഒരു സ്പിരിച്വൽ നിങ്ങളെ ഒരു തോന്നാറുണ്ട് നിങ്ങളെ കാണുമ്പോൾ. ഓക്കെ, നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നതായിട്ട് അവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ 5 പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. സോ മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ ആണെങ്കിൽ തന്നെ അഗൈൻ ഈ 2 കാർഡ് നമുക്ക് പറയുന്നുണ്ട് റിന്യൂവൽ ആണെന്ന്. അവർക്ക് ആക്ച്വലി നിങ്ങളെ നഷ്ടപ്പെടരുത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ തീരെയും പറ്റില്ല. കാരണം അത്രയും എല്ലാം പെന്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ
നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വളരെ സ്റ്റേബിൾ ആയിട്ടൊരു കണക്ഷനാണ്. ഇവിടെ റൊമാൻറ്റിക് അല്ല എനിക്ക് കാണുന്നത്. റൊമാൻറ്റിക് ഉണ്ട്, അല്പം ഉണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവരെ മനസ്സിൽ അവർ നിങ്ങൾക്ക് തരുന്നത് വളരെ ശരിക്കും നമ്മൾ പറയില്ല ഒരു ജെനുവിൻ കണക്ഷൻ ആയിട്ടാണ് അവർ കാണുന്നത്. ഒരു റൊമാൻറ്റിക്കിൻ്റെ അപ്പുറത്ത് കുറച്ചുകൂടി മേലെയാണ് പറയുന്നത് ഞാൻ. ആ രീതിക്കാണ് അവർ കാണുന്നത്. അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ നഷ്ടം വരും എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് എനർജി ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം ഇവിടെ പക്ഷേ എനിക്ക് ഡൗട്ട് വന്നത് ഇത്രയും 3 റീഡ് ഇങ്ങനെ നമ്മുടെ എനർജി വന്നപ്പോൾ ഞാൻ തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ളൊരു ചെക്കാണ് ഞാൻ ചെയ്തത്. യെസ്, തേർഡ് പാർട്ടി ഉണ്ട് കുറച്ച് പേർക്ക്. എനിക്ക് കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആവാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറൊരു തേർഡ് പാർട്ടി ഉണ്ടാവാം. അതൊരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, വേറെ ആരോ ഉണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കിട്ടുന്നത്. അതൊരു കാര്യം കൂടി ഉണ്ട്. ബട്ട് നിങ്ങളോടുള്ള ഫീലിങ്സ് യെസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, കമ്മിറ്റഡ് ആണ്, അതിലൊന്നും ഡൗട്ടില്ല. മേ ബി ഒരു തേർഡ് പാർട്ടി വേറെ ആരെങ്കിലും ഇടയിൽ എപ്പോഴെങ്കിലും എൻ്റർ ആയതായിരിക്കാം. അങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷൻ്റെ ഒരു എനർജി ഉണ്ട് ഇവിടെ. ഇവിടെ ചാരിയറ്റ് ഉണ്ട്, സോറി ചാരിയറ്റ് എന്നാ പറഞ്ഞ ഞാൻ. ഓക്കെ ഓക്കെ ഫൈൻ. എനിവേ സൺ കാർഡാണ് ഇവിടെ. സൺ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളോട് പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് ആണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് മുന്നോട്ട് വളരെ പോസിറ്റീവായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 3 ഓഫ് കപ്സ് ഉണ്ട്, സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നമ്മൾ പറയില്ലേ ആഘോഷിക്കാൻ, സന്തോഷിക്കാൻ, നിങ്ങളുമായിട്ട് ഹാപ്പി ടൈംസ് സ്പെൻഡ് ചെയ്യാൻ, നിങ്ങൾ കൂടെ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെയാണ് സൺ കാർഡും അത് തന്നെയാണ് പറയുന്നത്. ഹാപ്പിനെസ്, സെലിബ്രേഷൻ എന്ന രീതിക്കാണ്. അതിൻ്റെ ഇവിടെ വേൾഡാണ്. നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ തുടക്കമാണ്, ഒരു പുതിയ ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി ഇപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ് ആണെങ്കിൽ അവരത് എൻഡ് ചെയ്യാൻ വരെ ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് അങ്ങനെ അവർ മനസ്സിൽ വരുന്നുണ്ട്. കാരണം ഇവിടെ ഡെവിൾ ആൻഡ് 6 ഓഫ് സോർഡ്സ് ആൻഡ് ടവർ ആണ് വന്നത്. 2 ഓഫ് ഫോൺസും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അത് തേർഡ് പാർട്ടി എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അല്ല, ഇത് കുറച്ച് പേർക്ക് പറയാം, നമുക്ക് എല്ലാവർക്കും പറയുന്നില്ല ഞാൻ. കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് അതിപ്പോൾ മേ ബി മാരീഡ് ആവണമെന്നില്ല, റിലേഷൻഷിപ്പ് ആവണമെന്നില്ല, ഒരു വേറൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററോ, കുറച്ച് പേർക്ക് അങ്ങനെയാവാം, അല്ലെങ്കിൽ ഒരു ഇൻലോസിൻ്റെ ഭാഗത്ത് അങ്ങനെ ആരെങ്കിലും ഒരു ലേഡി എനർജി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലവർ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് കൂടി നമുക്കിവിടെ ചിലപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ബട്ട് ഇവിടെ എനിക്ക് മെയിനായിട്ട് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ കുറച്ചൊരു പേടികളുണ്ട്, അവരുടെ ഉള്ളിൽ ടെംപ്ടേഷൻ ഉണ്ട് എന്ന് പറയാൻ. കുറച്ച് പേര് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ സപ്പോസ് വേറെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു ടെൻഷൻ സോറി അവർ വേറെ ആരോടെങ്കിലും അട്രാക്റ്റ് ആയിട്ടോ എന്തെങ്കിലും പോയി കാണാം കുറച്ച് പേർക്ക് കേട്ടോ, എല്ലാവർക്കും ഒരേ കാര്യങ്ങളല്ല. അപ്പോൾ കുറച്ച് പേർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഒരു ഡെവിൾ എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡെവിൾ എനർജി ഉണ്ട് നിങ്ങളുടെ ഇടയിൽ എന്ന് പറയാം. അതിപ്പോൾ എന്തും ആവാം, തേർഡ് പാർട്ടി ആവാം, ഫാമിലി ആവാം, വേറെ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഫ്രണ്ട്സോ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമായിരിക്കാം. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടാവും ഇത് നല്ല ബന്ധമല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിലപ്പോൾ അസൂയ കൊണ്ടായിരിക്കാം. ഓക്കെ, ഒരു ഡെവിൾ എനർജി ഇവിടെ കാണുന്നുണ്ട്. ബട്ട് ഇവിടെ ടവറും ഉണ്ട്, അതിന് ശേഷം 6 ഓഫ് സോർഡ്സ് ഉണ്ട്. സോ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ്. ഓക്കെ, അതായത് ഈ ഒരു ഡെവിൾ എനർജിയിൽ നിന്ന് അവർ പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ അവർ പരമാവധി ഇവിടെ നമുക്കൊരു ന്യൂ സ്റ്റാർട്ട് കാണുന്നുണ്ട്. വേൾഡ് ന്യൂ ബിഗിനിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. ചിലത് എൻഡ് ചെയ്യുമെന്നും കാണുന്നുണ്ട്. അവർ ചിലത് അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് ഞാൻ ടവറിൻ്റെ പറഞ്ഞത്. സോ ചില കാര്യങ്ങൾ അവർ ജീവിതത്തിൽ നിന്ന് അവസാനിച്ച് പോകുന്നുണ്ട്, വിട്ടു പോകുന്നുണ്ട്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അല്ലാത്തവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വരുമെന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അങ്ങനെ വലുതും ഉണ്ടെങ്കിൽ, അങ്ങനെ ഇല്ലാത്തവർക്ക് ഫാമിലിയാണ് എതിർപ്പ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ മനസ്സിലെ പേടികളാണ് പ്രശ്നം, അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്കും നിങ്ങളുടെ പേഴ്സൺ അവരുടെ മനസ്സിലെ പേടികളെ ഉപേക്ഷിച്ചിട്ട് പിന്നിൽ മാറ്റിവെച്ച് നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. എനിക്ക് ഇവിടെ വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാം കിട്ടിയിട്ടുള്ളത്. ഒരു തേർഡ് പാർട്ടി എനർജി മാത്രമുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ആവാം, നിങ്ങൾക്ക് തരുന്ന സ്ഥാനം. ഓക്കെ, ഞാൻ വേറൊരു കാര്യം, പക്ഷെ എനിക്ക് വേറൊരു ഫസ്റ്റ് കാർഡ് എടുത്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി എന്താ അറിയോ, എല്ലാ ക്വീനും വന്നു എന്നെനിക്ക് തോന്നി. എല്ലാം വന്നിട്ടില്ല, ഒരാൾ ബാക്കിയുണ്ട്, ബട്ട് എന്നാലും ഓക്കെ. അപ്പോൾ ഈ എല്ലാ സ്ഥാനവും നിങ്ങൾക്ക് തന്നെ ആവാം എന്നുകൂടെ എന്നാണ് ശരിക്കും എൻ്റെ മനസ്സിൽ വന്നത്. അവരുടെ ലൈഫിൽ ഇപ്പോൾ ജെൻസ് വാച്ചിങ് ആണെങ്കിൽ സോറി നിങ്ങളുടെ പേഴ്സൺ എല്ലാം കിങ് എടുത്തോളൂ. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഓക്കെ. അപ്പം അവരുടെ ലൈഫിൽ എല്ലാമായിട്ടാണ് നിങ്ങളെ കാണുന്നതെന്ന് പറയാം. കാരണം ഇത് മൂന്നും നമുക്ക് വളരെ സ്റ്റേബിൾ എനർജീസ് പറയാം. ഓക്കെ, ഇതൊരു ഫ്രണ്ട് എന്ന രീതിക്കാണ് ഞാൻ പറഞ്ഞത് ഇത്ര നേരം. ഓക്കെ, മേ ബി നിങ്ങളെ തന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നു. ഓക്കെ, വളരെ സ്റ്റേബിൾ ആയിട്ടൊരു വ്യക്തിയായിട്ട് കാണുന്നു, നിങ്ങളെ തന്നെ ഒരു കെയറിങ് വ്യക്തിയായിട്ട് കാണുന്നു, എല്ലാം പറയാം.
ഓക്കെ. സോ ആക്ച്വലി ഇതിൽ പോസിറ്റീവ് റീഡിംഗ് ആണ്, എനിക്കിവിടെ നെഗറ്റീവ് കൊണ്ടുവരാൻ അത്രയ്ക്ക് സാധിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ പോസിറ്റീവായിട്ട് നിങ്ങളെ കാണുന്നു എന്നാണ് ബാക്കി എല്ലാ കാർഡും പറയുന്നത്. നിങ്ങളെ സൺ എനർജി ഉണ്ട് ഇവിടെ, ഹാപ്പിനെസ്, സന്തോഷം, നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരുന്നത്, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം എല്ലാം കാണുന്നുണ്ട്. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും തേർഡ് പാർട്ടി എനർജി ഉണ്ടെങ്കിൽ തന്നെ അതിനെ വിട്ട് കളയുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഐ തിങ്ക് ആ തേർഡ് പാർട്ടി എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആരുടെ ഭാഗത്തു നിന്നായാലും ശരി, ഐ മീൻ എന്ത് കാര്യമായാലും ശരി, ആ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് മാറ്റിവെച്ച് അതിൽ നിന്ന് വിട്ട് കളഞ്ഞ് അതിൽ നിന്ന് വിട്ടുമാറി നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ. കാരണം നിങ്ങളുമായിട്ട് അത്രത്തോളം അവരൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം, നിങ്ങളുമായിട്ട് ഹാപ്പിനെസ്, സന്തോഷം എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് തരുന്ന സ്ഥാനം ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആസ് എ വൈഫ് കാണുന്നുണ്ട്, ആസ് എ ഫ്രണ്ട്, സോറി വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, ആസ് എ ഫ്രണ്ട് എല്ലാമായിട്ട് കാണുന്നുണ്ട് എന്നാണ്. ഓക്കെ. അവരുടെ ലൈഫിൽ ഒരു ഫ്രണ്ട് ആയിട്ടായാലും ശരി, ഒരു കെയറിങ് വ്യക്തിയായിട്ടായാലും ശരി. നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ. ഒരു 2-3 കാർഡ് കൂടി ജസ്റ്റ് ഞാൻ എടുക്കുന്നുണ്ട്, എനിക്ക് ഓവറോൾ എന്തെങ്കിലും പറയാൻ. യൂണിവേഴ്സ് എന്താ കാണിച്ചു തരുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. ഞാൻ കൂടുതൽ എടുക്കുന്നില്ല, എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിയാവില്ല, നിർത്തുന്നു. ഓ വാവ്, awesome. ഓ മൈ ഗോഡ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ കൺഫർമേഷൻ എനിക്ക് യൂണിവേഴ്സ് തന്നു. ഞാൻ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഓക്കെ, ഡൗട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് തേർഡ് പാർട്ടി ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ. അത് മനസ്സിലാക്കാം. നിങ്ങൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. നിങ്ങളെ സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. 2 of Cups ആണ്. നിങ്ങൾ അവരുടെ സോൾ പാർട്ട്ണർ, സോൾമേറ്റ്, വാട്ട് എവർ യു വോണ്ട് ടു കോൾ, അതായിട്ടാണ് നിങ്ങളെ കണക്കാക്കുന്നത്. ഓക്കെ. ആൻഡ് ഇവിടെ മാരേജിന്റെ കാര്യമാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് എന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങളൊരു ഫാമിലി ആയിട്ട് നിങ്ങൾ തമ്മിലൊരു ലെഗസി ഉണ്ടാക്കണം. ലെഗസി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, കുട്ടികളും മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ടൊരു ഫാമിലി പോലെ വേണം ജീവിക്കണം നമുക്ക്. നമ്മൾ മുന്നോട്ടുള്ള ജനറേഷൻസ് എന്നൊക്കെ ചിന്തിക്കില്ലേ, അത്ര ലൈക്ക് ഡീപ്പ് ചിന്തകളാണ്. അതും വളരെ ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ പെൻറ്റക്കിൾസ് ആണ് വീണ്ടും വരുന്നത്. വെറും ഒരു ഹാപ്പി ഫാമിലി എന്ന രീതിക്കല്ല, അവർ സ്റ്റേബിൾ ആയിട്ട് ഒരു കണക്ഷൻ, ശരിക്കും സ്ട്രോങ് ആയിട്ട് കണക്ഷൻ, ഒരിക്കലും വിട്ട് പിരിയാത്തൊരു കണക്ഷൻ എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സാധിക്കുന്നവർക്ക് യെസ് കിട്ടും. അല്ല, തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഓക്കെ, അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ മാരേജ് പോസിബിൾ അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങൾ ഉറപ്പിച്ചോളൂ. ലൈക്ക് ആസ് എ ഒരു പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ, സോൾമേറ്റ് ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ. നിങ്ങളെക്കാൾ വേറൊരു സ്ഥാനം, ഐ മീൻ ഒരു സ്ഥാനം വേറെ ആർക്കും അവർ കൊടുത്തിട്ടില്ല എന്നുള്ളത് എനിക്ക് 100% എനിക്ക് ഇവിടെ ഉറപ്പാണ്. ഓക്കെ. പിന്നെ യെസ്, എന്താ പറയുക, സാഹചര്യങ്ങൾ അനുസരിച്ച് ഇനിയിപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കാം. ഓക്കെ. ബട്ട് ഇവിടെ ഈ റീഡിങ് ഇന്ന് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊരു അഷ്വറൻസ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഐ ഫീൽ. എനിവേ, നിങ്ങൾ സ്പിരിച്വലി കണക്ട് ആവുക, നിങ്ങൾ നല്ലോണം യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ആവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഗൈഡൻസ് യൂണിവേഴ്സ് തരും. ഓക്കെ. നമുക്ക് പേഴ്സണൽ മെസ്സേജസ് കുറച്ച് എടുക്കുന്നുണ്ട് ഞാൻ. I have told my family how much I love and care about you. ഇതിലും ആക്ച്വലി അങ്ങനെയാണ്. ലൈക്ക് നമ്മളൊരു ഫാമിലിയോട് പറഞ്ഞ് മാരേജിന് വേണ്ടി സംസാരിക്കുക എന്ന രീതിക്കൊക്കെ എടുക്കാം നമുക്ക്. ഓക്കെ. സോ ആ ഒരു കാര്യം നിങ്ങളെ പറ്റി ഫാമിലിയോട് പറ്റുന്നവർക്ക്, ഓക്കെ, സാധിക്കുന്നവർക്ക്, നിങ്ങൾ സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് മാരേജ് ചെയ്യാൻ പറ്റും എന്നുണ്ട്, തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവർ ഫാമിലിയോട് പറഞ്ഞ് നിങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. നിങ്ങളെ എത്രത്തോളം ഇഷ്ടമാണ്, സ്നേഹമാണ്, കെയർ ആണ്, എല്ലാം അവർ ഫാമിലിയോടടക്കം പറയുന്നുണ്ട്. ഐ എം ട്രൈങ് ടു മാനിഫെസ്റ്റ് യു. യെസ്, അവർക്ക് നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ. നിങ്ങളെങ്ങനെ ഏത് രീതിക്കായാലും നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഐ ചെറിഷ് അവർ മെമ്മറീസ്. യെസ്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾ തമ്മിൽ ഒരു അധികം സംസാരം ഇല്ലാതെയോ കോൺടാക്ട് ഇല്ലാതെയോ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ എന്ന് പറയുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഐ എം ഡൈങ് ടു ഹിയർ യുവർ വോയിസ്. നിങ്ങളുടെ സൗണ്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരം ഇല്ല, കോൺടാക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവർ നിങ്ങളുടെ വോയിസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഐ ആം ഡീപ്ലി ഇൻ ലവ് വിത്ത് യു. എന്തെങ്കിലും പറയണോ? ഐ ഹാവ് ഈഗോ പ്രോബ്ലം. ലേശം പ്രോബ്ലംസ് ഇല്ലാതിരിക്കില്ലല്ലോ, കുറച്ചൊക്കെ പ്രോബ്ലം വേണ്ടേ? ഈഗോ ഉണ്ട്, കുറച്ച് ഈഗോ ഇഷ്യൂ ഉണ്ട്. സോ അതുകൊണ്ടാണ് തുറന്ന് നിങ്ങളോട് ഇതൊന്നും പറയാത്തത്. ഓക്കെ. ഒരല്പം ഈഗോ. ആക്ച്വലി ഇവിടെ ഐ എം സ്റ്റോക്കിങ് യു എന്നുണ്ടായിരുന്നു. ഓക്കെ. നിങ്ങളെ അവർ സൈലൻ്റ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ. ഐ ട്രൈ ടു കോപ്പി യു. യെസ്, നിങ്ങളെ പോലെ ആവാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു നിങ്ങളുടെ സ്നേഹമോ നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങളുടെ ചില നല്ല പോയിന്റ്സ് അവർക്ക് ഇഷ്ടമുള്ളതുണ്ട്, അതുപോലെ അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.
ഓക്കെ, നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അവരെ. ഐ എം ഹോപ്പ്ലെസ് ദാറ്റ് യു വിൽ നെവർ കം ബാക്ക് ടു മീ. നിങ്ങൾ തമ്മിൽ വല്ല സെപ്പറേഷൻ ഉണ്ടോ? ഞാൻ ഇവിടെ നേരത്തെ സെപ്പറേഷൻ്റെ കാർഡ് കണ്ടു. സോ സെപ്പറേഷൻ ആണെങ്കിൽ അവർക്കൊരു ടെൻഷൻ ഉണ്ട്, ദാറ്റ് നിങ്ങൾ തമ്മിൽ ഒരിക്കലും തിരിച്ചു വരില്ലേ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ തിരിച്ച് അവരുടെ അടുത്തേക്ക് പോയില്ലേ എന്നൊരു പേടിയുണ്ട് അവർക്ക്. കുറച്ച് കാർഡ്സ് കൂടെ എടുത്തേക്കാം മെസ്സേജസിൽ. യു ആർ മൈ ലാസ്റ്റ് തോട്ട് ബിഫോർ സ്ലീപ്പ്. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറയില്ല, അവസാനത്തെ ചിന്ത അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോഴുള്ള ചിന്ത നിങ്ങൾ തന്നെയാണ്. മനസ്സിലായി. അപ്രീഷിയേറ്റ് യു ബിഹൈൻഡ് യുവർ ബാക്ക്. നിങ്ങളെക്കുറിച്ച് ലൈക്ക് നിങ്ങൾ ചെയ്യുന്ന പല നല്ല കാര്യം നിങ്ങൾ മോത്തൂക്കിയൊന്നും പറയുന്നുണ്ടാവില്ല, നിങ്ങൾ മുമ്പിൽ പറയുന്നുണ്ടാവില്ല, പക്ഷെ മറ്റുള്ളവരോടൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ സന്തോഷമാണ്. ഐ ആസ്ക് ആൻഡ് ടെൽ മൈ ഡേ അഗെയിൻ. ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, ഫാമിലിയോട് പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ഓക്കെ, അത്രയും ശരിക്കും കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് സ്ലീപ്ലെസ് ഓവർ യു എന്ന് പറയുന്നുണ്ട്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വേണം എന്ന് ആഗ്രഹമുണ്ട്, റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നല്ലൊരു റീഡിംഗ് ആണ് ഇന്ന് കിട്ടിയത്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ, ഉറപ്പിച്ചോളൂ, തേർഡ് പാർട്ടി അല്ല അവർക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾ തന്നെയാണ്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ പിന്നെ കുറച്ച് ഈഗോ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ഒരു ഈഗോ ഒക്കെ വെച്ച് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അതൊന്നും പ്രകടിപ്പിക്കാതെയാണ്. ഓക്കെ, സോ എനിവേ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.